കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഈ പുള്ളിക്കാരൻ അയാളുടെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടാ ജീവിക്കുന്നത്. അമൃത് ഭാരത് എന്ന് പേരുള്ള ഈ പുള്ളിക്കാരൻ ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. നമ്മളെ പോണക്ക് സാധാരണ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരുന്ന ഈ അമൃത് ഭാരതി 1970s പെട്ടെന്ന് ഒരു ദിവസം ഒരു സ്വപ്നം കാണും. സ്വപ്നത്തില് ആരോ ഒന്ന് പുള്ളിയെടുത്ത് പറയുകയാണ്, നിന്റെ ഭൗതിക ജീവിതങ്ങൾ ഉപേക്ഷിച്ച് നീ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരിക. ആരാണ് സ്വപ്നത്തിൽ വന്ന് പുള്ളിയെടുത്ത് ഇങ്ങനെ പറഞ്ഞ്? സാക്ഷാൽ പരമശിവൻ. പരമശിവൻ പറഞ്ഞു എന്ന് ഈ പുള്ളിക്കാരൻ അവകാശപ്പെടുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുള്ളിക്കാരൻ മേലും കീഴും നോക്കാതെ ഫാമിലിയൊക്കെ ഉപേക്ഷിച്ച് ജോലി ഉപേക്ഷിച്ച് നേരെ ആത്മീയ ജീവിതത്തിലേക്ക് ശിവന്റെ ഭക്തനായിട്ട് ശിവന് വേണ്ടി പരമശിവന് വേണ്ടി തന്നെ ജീവിതം സമർപ്പിക്കുകയാണ്. അതിന് പ്രതീകമായിട്ട് പുള്ളിക്കാരൻ അന്ന് മുതൽ ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ തീരുമാനിച്ചു. ഇന്ന് വരെ 50 വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ ഇപ്പോഴും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഇനി പുള്ളിക്കാരൻ വിചാരിച്ചാൽ പോലും അത് താഴാൻ പോകുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ ഇതോടൊക്കെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് വെച്ചോ, കുറച്ചേരം പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ രക്തോട്ടം കുറയും. കാരണം മുകളിലോട്ടായതുകൊണ്ട് തന്നെ രക്തം പമ്പ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി കയറാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കൈകൾ 2-3 മണിക്കൂർ കൊണ്ട് തന്നെ വിരലുകളൊക്കെ മരവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും. ഇത്രയൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾ കൈ ഇതുകൊണ്ടൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായിട്ട് രക്തോട്ടം നിലച്ചിട്ട് കയ്യിലെ മാംസം അതുകൊണ്ടൊക്കെ തന്നെ മസിലുകളെല്ലാം ഡെഡായി പോകും. അതിനുശേഷം ജോയിൻസിലെ ഫ്ലൂയിഡ് എല്ലാം പറ്റിപ്പോയിട്ട് നമ്മുടെ എല്ലുകൾ പൊട്ടി എല്ലാം കൂടെ ഒരുമിച്ച് ഫ്യൂസ് ആയിട്ട് ഒരു മരത്തടി പോണക്കി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജീവിത അവസാനം വരെ മരിക്കുവോളം ഒരു മരത്തടി പോണക്ക് അല്ലെങ്കിൽ ഒരു കൊടിമരം പോണക്ക് അത് അവിടെ അങ്ങനെ നിൽക്കും.